അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. പലയിടങ്ങളിലും ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഷ്കരിക്കാൻ ആരോഗ്യവകുപ്പ് ആലോചിക്കുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരിലും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരിലും വ്യത്യസ്ത ലക്ഷണങ്ങൾ പ്രകടമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കാനുള്ള ഈ ആലോചന. രോഗനിർണയത്തിൽ അപാകതകളുണ്ടോ എന്നും വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ഈ വർഷം ഇതുവരെ 129 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 26 പേർ മരിച്ചു. ഏറ്റവും ഒടുവിൽ 18 ദിവസത്തിനിടെ 41 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 5 മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള പ്രതിരോധം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിരോധമെല്ലാം ലംഘിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കാൻ ആലോചിക്കുന്നത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്കും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. വെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടാകുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിൽ ഇടപഴകാത്തവർക്കും രോഗം ബാധിക്കുന്നു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തതും ആശങ്കയുണ്ടാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 22 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ ഓരോരുത്തർക്കും വെവ്വേറെ രോഗലക്ഷണങ്ങളാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മരിച്ച 9 വയസ്സുകാരിക്ക് ആദ്യ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈറൽ ന്യൂമോണിയ എന്നാണ് കണ്ടെത്തിയത്. മറ്റാരോഗ്യ പശ്ചാത്തലം പരിഗണിക്കാതെ രോഗനിർണയം തിടുക്കപ്പെട്ടു നടത്തുന്നതിൽ അപാകതയുണ്ടാകുന്നുണ്ടോ എന്ന് വകുപ്പ് പരിശോധിക്കുന്നു. നിരന്തരം മാറുന്ന അമീബയുടെ ഘടനാ വ്യത്യാസം ലക്ഷണങ്ങളിലും പരിശോധനകളിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വടക്കൻ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് കേസുകളിൽ രോഗകാരണം കൂടുതലും നെഗ്ലേറിയ ഫൗളേറിയ ആണെങ്കിൽ തെക്കൻ ജില്ലകളിൽ അക്കാന്ത അമീബ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഏകീകൃത ചികിത്സാ പ്രോട്ടോകോൾ പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ. ചികിത്സാ പ്രോട്ടോകോൾ മാത്രമല്ല, നീന്തൽ കുളങ്ങളിലും മറ്റും പാലിക്കേണ്ട ശുചിത്വ മുൻകരുതലടങ്ങിയ മാർഗനിർദ്ദേശങ്ങളടക്കം പുതുക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ ആലോചന. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.